ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മലയാളി നേഴ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. നമ്മുടെ കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് DHSൻ്റെ ഓഫർ ലെറ്ററും അപ്പോയിൻമെൻറ്റ് ലെറ്ററിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് വന്ന കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഏത് റാങ്ക് ആയിരുന്നു, പിന്നെ എങ്ങനെയാണ് ഏത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിച്ചിട്ടാണ് ചേച്ചിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇതിനൊക്കെ ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ PSC കോച്ചിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല. എന്നാൽ ആകെപ്പാടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2-3 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അത് റെഫർ ചെയ്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഫുള്ള് ഞാനൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയത്. അങ്ങനെ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുള്ളവർക്കായിരിക്കും മിക്കവാറും റാങ്ക് ലിസ്റ്റിലൊക്കെ കയറിപ്പെടാൻ പറ്റുന്നത്. അല്ലാത്തവരൊക്കെ നമ്മൾ കുറച്ച് മാർക്കിനൊക്കെ ആണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അങ്ങനെയൊക്കെ വരാറുള്ളൂ. പക്ഷേ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലാണ് വന്നത്. എൻ്റെ റാങ്ക് 99 ഞാൻ DHS സ്റ്റാഫ് നഴ്സ് ഇടുക്കിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് 99 റാങ്ക് ആണെങ്കിൽ പോലും എനിക്ക് SCയിൽ നമുക്ക് സംവരണം ഉണ്ടായിരുന്നു. അങ്ങനെ SCയിൽ എൻ്റെ 4ാമത്തെ റാങ്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2000 ഐ തിങ്ക് ഒരു 2016 പബ്ലിഷ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കോളേജ് വഴി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോഡിയാക് പബ്ലിക്കേഷൻ്റെ അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കറിയാം. അവർ ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരള PSC എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്, സ്റ്റാഫ് നഴ്സസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വർഷം DMEയുടെ ഒരു 70% ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെയായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പഠിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കോളേജ് വഴി പ്രൊവൈഡ് ചെയ്ത ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഞങ്ങൾ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്കാണ് സോഡിയാക് പബ്ലിക്കേഷൻ്റെ നഷ്ടൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ കവർ പേജ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ട് നടക്കാനും, ഇനിയിപ്പം നമ്മൾ എക്സാം ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരമൊക്കെ ടൈം കിട്ടും, നമുക്ക് വായിച്ചൊക്കെ എടുക്കാനായിട്ടുള്ള ടൈം കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, അങ്ങനെ എക്സാമിന് തൊട്ട് മുന്നേ നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പുസ്തകം ഇങ്ങനെ കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നഴ്സിംഗിൽ എന്തൊക്കെ പഠിക്കുന്നു ആ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ക്രേനിയൽ നെർവ്സിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോഡ് നമുക്കറിയാം അല്ലേ. അതേപോലത്തെ ന്യൂമോണിക്സ് ഇതിനകത്ത് കുറേ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഓരോ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഓരോ ഡിസീസസിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് നമുക്ക് ബ്രീഫായിട്ടാണ്. പക്ഷേ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഒരു ഇത് വന്നു കഴിഞ്ഞാലും, കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും പഠിക്കാവുന്ന തരത്തിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സൈക്കാട്രിക് നമുക്കറിയാം എന്തൊക്കെയുണ്ടല്ലേ. നമുക്ക് സൈക്കാട്രിക് ഓരോ വേർഡ്സ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ഇതിനകത്ത് കുറേ ന്യൂമോണിക്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അത് ഞാൻ അപ്പം മുതൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നമ്മൾ നോക്കുന്നു. ഓരോ പ്രാവശ്യം ഓരോന്നിങ്ങനെ കാണാൻ നേരം ജസ്റ്റ് ഒന്ന് അത് നമുക്ക് കൗതുകമായിട്ട് തോന്നും. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കോച്ചിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല. അതേപോലെ തന്നെ ഈ സോഡിയാക് പബ്ലിക്കേഷൻ്റെ വേറൊരു ടെക്സ്റ്റ് ബുക്കാണ്
A1+ അങ്ങനെ പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ പ്രീവിയസ് 10 ഇയേഴ്സ് 20 ഇയേഴ്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ എന്താ പറയുന്നത്, ഓരോ സിസ്റ്റം വൈസ് നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റം വൈസ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ടെക്സ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ PR യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ്. അത് വോളിയം 1 2 ഉണ്ട്. അത് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പഠിച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഫുള്ള് കാണാതെ പഠിക്കും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് അതിനകത്ത് ഫുള്ള് ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വായിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വായിക്കുക അതിൻ്റെ ആൻസേഴ്സും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ രണ്ടാമത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നോക്കാൻ തന്നെ നമുക്ക് അറിയാം. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ ഈ 3 ടെക്സ്റ്റ് ബുക്കാണ് മെയിനായിട്ട് ഞാൻ റെഫർ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഴ്സസ് ക്യൂൻ യൂട്യൂബ് ചാനലുണ്ട്. നഴ്സസ് ക്യൂൻ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് DME DHS എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം അതിനകത്ത് ആ സാറ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉമേഷ് കുമാർ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ സാറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ചാനൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ നമ്മളൊരു കോച്ചിങ്ങിന് പോകാനോ അങ്ങനത്തെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ആ സമയത്ത് ഞാൻ ജസ്റ്റ് പോയി ഒരു ആ എക്സാം, ഞാൻ ആകെപ്പാട് 2 എക്സാമാണ് അറ്റൻഡ് ചെയ്തത്. DME അറ്റൻഡ് ചെയ്തു, DHS അറ്റൻഡ് ചെയ്തു. അതിൽ DHSലാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സാറിൻ്റെ ആ നഴ്സസ് ക്യൂൻ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, അതിൻ്റെ ഒരു ലോഗോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ഏതാണ് ചാനൽ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ സാറ് അതിനകത്ത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മളെന്തോ ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചാൽ മതി, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായി സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പോൾ സാർ അതെനിക്കൊരു PDF ഫയലായിട്ട് അയച്ചു തന്നു. അതിൽ നിന്ന് ഞാനൊന്ന് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് നല്ലതായിട്ട് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം അറിയാമായിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ 3 ടെക്സ്റ്റ് ബുക്ക് പ്ലസ് നമ്മുടെ ഈ നഴ്സസ് ക്യൂൻ യൂട്യൂബ് ചാനലിലും കൂടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചൂസ് അനുസരിച്ച് ചൂസിയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ എന്തായാലും പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നു, അങ്ങനെ നമ്മൾ ജോലി കിട്ടി. പക്ഷേ എന്നാലും ഞാനിപ്പോൾ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വിദേശത്ത് ജോലി ഞാൻ അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് അഡ്വൈസ് വന്നത്. അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയതാണ്. ഇവിടെ വന്ന് 1 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഗവൺമെൻറ് ജോലി ആയത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് വന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഓരോ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.